ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വർഷത്തിന്റെ ഭാഗമായി ചെറുപുഴ JM-UP സ്കൂളിൽ സ്കൂൾ പ്രവേശനോത്സവം ഒന്നിച്ച് ഒന്നായി ഒന്നാവാം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ PN ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് TV രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ M ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാനേജർ KK വേണുഗോപാൽ പഠന കിറ്റ് വിതരണം നടത്തി. SRG കൺവീനർ P ലീന, KK വേണുഗോപാൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി റോബിൻ വർഗീസ് നന്ദി രേഖപ്പെടുത്തി. തുടക്കം കുറിക്കുകയാണ്. ഇവിടെത്തിയ മുഴുവൻ കുട്ടികളെയും നിറഞ്ഞ സ്നേഹത്തോടെ ചെറുപുഴ JM-UPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. LKG കഴിഞ്ഞ് UKG കഴിഞ്ഞ് ഇനി പുതിയൊരു തുടക്കം, 1ാം ക്ലാസ് അല്ലേ? അല്ല മക്കളെ, 1ാം ക്ലാസ്സിലേക്കല്ലേ എല്ലാവരും? അല്ലേ? അതെ. ഇനി പുതിയ ടീച്ചർ, പുതിയ ക്ലാസ് റൂം, പുതിയ പുസ്തകം. എല്ലാവരും ഏറ്റവും നന്നായി പഠിക്കുക, നല്ല മക്കളായി മാറുക. തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും ഈ വർഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പാഠപുസ്തകം സമയബന്ധിതമായി തന്നെ സ്കൂളിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ യൂണിഫോം ഏറെക്കുറെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ സ്കൂൾ PTA-യുടെയും സന്നദ്ധ സംഘടനകളുടെയും അധ്യാപകന്മാരുടെയൊക്കെ കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്കൂളിൻ്റെ എല്ലാവിധ അതിൻ്റെ ഭാഗമായി മുമ്പ് കാലത്ത് ഭീഷണി നേരിട്ടിരുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന മിഷൻ തന്നെ രൂപീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഈ രംഗത്ത് ചെലവഴിച്ചുകൊണ്ട് വളരെ ഹൈടെക്കായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർത്താൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു കാലഘട്ടത്തിൽ വേറെയൊന്നും ആളുകൾ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം ഇല്ലാതിരുന്നു. അതിൻ്റെ ഫലമായി നമ്മൾ ജീവിതം തന്നെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ആണ്ടുകളിലേക്ക്. എന്നാൽ ഏതാനും വർഷങ്ങളായി, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ കേരളം രൂപീകരിച്ചതിന് ശേഷം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ കുറിച്ചു വരുന്നത്. അതിൻ്റെ ഏറെക്കുറെ ഇന്ന് എല്ലാ പഞ്ചായത്തിലും നടന്നു പോകുന്ന രീതിയിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളെയും സ്കൂൾ ചേർക്കാൻ ആ വിദ്യാഭ്യാസം ശാസ്ത്രീയ ബോധം വളർത്താൻ, സാമൂഹ്യ ബോധം വളർത്താൻ, പരിസ്ഥിതി ബോധം വളർത്താനൊക്കെ ഉപകരിക്കേണ്ടതാണ്. എന്നാൽ ചില പ്രശ്നങ്ങളും ഈ കാലയളവിൽ ഉടലെടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെല്ലാം ഉദ്ദേശിക്കുന്നത് സ്കൂൾ തലത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മൂല്യ തകർച്ച
ചില സ്കൂൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഗുണ്ടാ മാഫിയ ഒരു സംസ്കാരം വളർന്നു വരുന്ന സാഹചര്യം നമ്മുടെ സ്കൂളുകളിലുണ്ട്. ഇതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ശക്തമായ രീതിയിൽ സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും പൗരസമൂഹവും ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധയാണ് ഇക്കാര്യത്തിൽ നൽകി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്കൂൾ ആരംഭിക്കുന്നതിൻ്റെ 2 ആഴ്ച പൗരബോധവും നിയമബോധവും കുട്ടികളുണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ കുട്ടികളൊക്കെ പുറത്തുനിന്ന് വന്നവരുമുണ്ട്. 1950 ആരംഭിച്ച നമ്മുടെ വിദ്യാലയം ഇനി 75 വർഷങ്ങൾ പിന്നിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഒരുപാട് ആൾക്കാർ ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഉന്നത നിലവാരത്തിൽ എത്തിച്ചേർന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അന്നൊന്നും വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് അന്ന് വിദ്യാഭ്യാസം നടന്നുപോയത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.